കേരളത്തിൽ മെസ്സി കളിക്കാൻ വരുന്നുണ്ടല്ലോ, അപ്പോൾ ഈ മെസ്സിനെ കാണാൻ വേണ്ടിട്ട് നിങ്ങൾ പോവല്ലോ, പോവോ? എത്ര ടിക്കറ്റിന്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? 250. ഓക്കെ, നിങ്ങൾ പറയും. 150. മെസ്സിനെ കാണാൻ തന്നെയാണോ പോണേ? ഇതാകുമ്പോ മൊത്തം പിടിക്കാൻ പറഞ്ഞോടി 2 വാക്ക് പറഞ്ഞു. പാട്ട് പാടാൻ അറിയോ? പാടിക്കും. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഒക്കെ ഇല്ലേ? അതെ. ഇന്റർസെപ്റ്ററാ ഗൈസ്, പൊളിക്കുക. ഇന്റർസെപ്റ്റർ എങ്ങനെയൊക്കെ മുതലെടുത്ത് ഓടിക്കാം, അതാണ് ഇവരെങ്ങനെയൊക്കെ ഓടിച്ചു പോകുന്നത്. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ സൗണ്ട് കുറച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊക്കെ കുറേ ആൾക്കാരുണ്ട് മുന്നിൽ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മളെ കോഴിക്കോട് ബീച്ചിൽ വന്നത്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ വേണ്ടി ഇപ്പോൾ കടൽ കാണുമ്പോൾ കടലൊക്കെ ഇന്നലെ രാത്രി ഒരു ന്യൂസിൽ കണ്ടിട്ടുണ്ട്, ഒരു കടൽ ഉൾവലിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ലൈക്ക് എല്ലാവരും അടിച്ചോ. നമ്മളിങ്ങനെ പോകുമ്പല്ലേ ഗൈസ്, പെട്ടെന്നായിരിക്കും ഓരോരുത്തരും ഇങ്ങനെ മുന്നിലേക്ക് കയറി വരുന്നത്. ഗൈസ്, ഇതാണ് നമ്മളെ കടൽ ഉൾവലിഞ്ഞ് പോവാന്നൊക്കെ പറയുമ്പോൾ ഉള്ള സീന് ഞാൻ കാണിച്ചുതരാം. ഗൈസ്, എവിടെ കടൽ പോയത്? കടൽ ഇത് എവിടെ തന്നെ, അത് അവിടെ കിടക്കുന്ന. ഗൈസ്, നമുക്ക് ഇവിടെയും കുറേ ആൾക്കാരുണ്ട്, നമുക്ക് ചോദിച്ചു നോക്കാം. പെട്ടെന്നുള്ള റിയാക്ഷൻസ് ആയിരിക്കും നമുക്ക് വേണ്ടത്. ഓക്കെ, ഹലോ, ഇവിടെ ഈ മെസ്സി കളിക്കാൻ വരുന്നില്ലേ? അപ്പം കളി കാണാൻ നിങ്ങൾ പോകുമ്പോൾ എത്ര റുപ്യ ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ പോവാം? നമ്മൾ പോകുന്നുണ്ടാവില്ല, ഒരിക്കലും പോകുന്നുണ്ടാവില്ല. അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ എന്തായാലും പറ്റില്ലല്ലോ. നിങ്ങൾ ഒരു ഗസ് ചെയ്യാന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരന് എത്ര രൂപക്ക് കൊടുത്ത് കളി കാണാൻ പറ്റിയൊരു കളിയായിരിക്കും? സാധാരണക്കാരനാണെങ്കിൽ അതിപ്പോ ഓരോരുത്തരുടെ രീതി അനുസരിച്ചിരിക്കുമല്ലേ. ആക്ച്വലി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ സ്റ്റേഡിയത്തിൽ ഇരിക്കുമ്പോഴുള്ള സീറ്റിംഗ് പൊസിഷൻ ഉണ്ടല്ലോ, അത് ശരിക്കും എ സിയിലല്ലേ വേണ്ടി വരിക. ഇതൊരു അന്തരീക്ഷത്തിൽ മൊത്തം പാറി നടക്കേണ്ട ഒരു പന്താണല്ലോ. ആ പന്ത് കളി ഗ്രൗണ്ടിലൂടെ ഓടുമ്പോഴാണല്ലോ ഈ ഒരു ടിക്കറ്റിന്റെ വാല്യൂ അവിടെ ഏറ്റവും ടോപ്പായി നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര രൂപക്ക് ടിക്കറ്റ് കൊടുക്കും? എത്ര എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ അങ്ങനെ കളി കാണാനൊന്നും അധികം പോയിട്ടില്ല. 5000. ഓക്കെ, അപ്പോൾ 5000 കൊടുത്ത് നിങ്ങളെ കളി കാണാം. അപ്പോൾ ഞാനും ഉണ്ടാവുക സ്റ്റേഡിയത്തിൽ, അപ്പോൾ വെച്ച് കാണാം. ഓക്കെ, എടാ ഒരായെങ്കിലും പറഞ്ഞു പോയിക്കോ. ഗൈസ്, നമ്മൾ അറിയുന്ന ചില സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അപ്പോൾ ഓർക്ക് ക്യാമറയിലേക്ക് വരാൻ ഭയങ്കര മടിയായിരിക്കും. ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ അമ്മക്ക് പോലും ഇല്ലാത്ത മടികളാണ് ഇവർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കണം. പിന്നെ പറയാന്ന് വെച്ചാൽ നമുക്കൊരു വായ വരുന്നുണ്ട്. മലയാളി ആണെങ്കിൽ നമുക്ക് ഒരു കലക്കാം. പക്ഷെ കണ്ടിട്ട് കൊടുവള്ളി ടച്ച് ലുക്ക്. എടാ കൊടുവള്ളി ടച്ച്, കൊടുവള്ളി കോസ്റ്റ്യൂം, കൊടുവള്ളി. ഈ കൊടുവള്ളി ലുക്ക്, അച്ഛ ലുക്ക്, കോൺസെപ്റ്റ് പാൻറ് എവിടുന്ന് ദിസ്? ഹൗ മച്ച്? 1000 കൊടുവള്ളി ഫിറ്റ്. എടാ, ഇത് കൊടുവള്ളി ഫിറ്റ് അല്ലേ? അല്ലേ? കണ്ടിട്ട് അല്ലേ? രസമുണ്ടോ? എന്താ എൻ്റെ അഭിപ്രായം? കുഴപ്പമില്ല. എന്താ പറയണ്ടേ? എന്ത് ഒരു പാട്ട് പാടിക്കോ? അയ്യോ, ഒരു കഥ, ഒരു പ്രസംഗം, എന്തെങ്കിലും ഒരു 2 വാക്ക്. എന്നാ ഒരു ഹായ് പറഞ്ഞു. എവിടെ സ്ഥലം? കോഴിക്കോട് ബാലുശ്ശേരി അല്ലേ? അപ്പോൾ വെറുതെ കറങ്ങാൻ വേണ്ടി, ചില്ല് ചെയ്യാൻ വേണ്ടി വെറുതെ പുറത്ത് ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഒരു ഹായ് പറഞ്ഞു. ഓക്കെ, ബൈ. ഹലോ, പേരെന്താ? സ്വരാജ്. ഓക്കെ, ഈ മെസ്സി ഇല്ലേ, മെസ്സി ഈ കളിക്കാരൻ മെസ്സി ഈ കേരളത്തിൽ കളിക്കാൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ എത്ര രൂപ കൊടുത്തിട്ട് ആ മെസ്സിൻ്റെ കളി കാണാൻ സ്റ്റേഡിയത്തിലേക്ക് കയറിയിരിക്കാം? ഞാൻ കാണാറില്ല. മെസ്സിനെ തീരെ ഇഷ്ടമില്ല? ഇല്ല, ഞാൻ സ്പോർട്സ് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ഒരു സ്പോർട്സ് ഇത്രയും ജീവിതത്തിൽ കളിച്ചിട്ടില്ല സത്യത്തിൽ. താല്പര്യമില്ല. അത് എങ്ങനെ നിങ്ങൾ താല്പര്യം നഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണം പറയൂ? ഒന്നുമില്ല. ഓക്കെ, നമ്മള് അതെ ചാനലായിരുന്നു, ബുദ്ധിമുട്ടാക്കിയതല്ല, നമ്മൾ അങ്ങനെ ചോദിക്കല്. അപ്പോൾ ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ, ബൈ. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ലോഗ് 21, നോക്കിയാൽ കാണാം. ഓക്കെ, ബൈ.
ചിലവർക്ക് സ്പോർട്സ് ഇഷ്ടം ഉണ്ടാവില്ല. നമ്മളെ ഓരോ ബുദ്ധിമുട്ടാക്കരുതല്ലോ. എല്ലാവരും ഹാപ്പി ആയിട്ട് നിൽക്കുക. ഓക്കെ 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 ഓക്കെ. ചില ചേട്ടന്മാരൊക്കെ സൈഡാക്കി ഇങ്ങനെ നിർത്തി ചോദിക്കൂ, എന്താ മോനെ പരിപാടി, ചലഞ്ച് എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കൂ. അപ്പം ഞാൻ പറയൂ, എല്ലാ ചേട്ടാ വ്ളോഗാണ്, വ്ളോഗ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അവർ. എനിക്ക് പെട്ടെന്നുള്ള മൂഡുകളാണ് വരിക. എനിക്ക് ഞാൻ എടുത്ത് കയറിയിട്ട് ഓരോരുത്തരുടെ ലൈഫിലേക്ക് ഓരോക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. പക്ഷേ ഞാൻ കുറേ കാലത്തിന് ശേഷം വ്ളോഗിലേക്ക് വരുന്നത്. അപ്പാര വെയിൽ കാഴ്ച, നടക്കാൻ പോലും പറ്റാത്ത വെയിൽ എന്ന് പറയുമ്പോൾ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ തരം വ്ളോഗും എടുക്കും, നിങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ വെയിലത്തൂടെ നടക്കാനുള്ള കാരണം. അപ്പോൾ അപ്പാര വെയിൽ. BMW ഒരു എക്സ്ക്യൂസ് മീ ഒന്ന് പിടിക്കുമോ? ഇത് നിങ്ങളെല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു മൈക്ക. എനിക്ക് ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്നുണ്ട്. അപ്പം അഥവാ നിങ്ങൾക്ക് പാട്ട് പാടാനൊക്കെ തോന്നിയാൽ ഇതിൽ പാടാം. ആ പാട്ടൊന്നും പാടാൻ അറിയില്ല. എന്താ നിങ്ങൾക്ക് അറിയാം? ഓക്കെ, ഞാൻ എന്നാൽ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. കുറച്ചിങ്ങോട്ട് വന്നു. എന്താന്ന് വെച്ചാൽ ഈ ഒരു കേരളത്തിൽ മെസ്സി കളിക്കാൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഈ മെസ്സിനെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പോവല്ലോ, പോവോ? ഓക്കെ, എങ്ങോട്ടാ പോവാ? കൊച്ചിയിലോട്ട്. അപ്പോൾ കൊച്ചിയിൽ സ്റ്റേഡിയത്തിൽ കയറുമ്പോൾ എത്ര ടിക്കറ്റിന്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയോ? 250. ഓക്കെ, നിങ്ങൾ പറയും. ഓക്കെ, 150. മെസ്സിനെ കാണാൻ തന്നെയാണോ പോണേ? എത്ര? 500 രൂപക്ക് മെസ്സിന്റെ കളി കാണാം അല്ലേ? അപ്പോൾ ഇതുവരെ ആരും അത്ര റേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ വളരെ കൂടുതലാണ് പറയുന്നത്. അതെ, 50 രൂപയ്ക്ക്. 50ന്റെ അടുത്ത് കുറച്ച് പൂജ്യങ്ങൾ ചേർക്കാനുണ്ട്. അല്ല, അതുമല്ല. ഓൾമോസ്റ്റ് അത്ര വരുന്നുണ്ട്. ഭയങ്കര ഒരാളല്ലേ വരുന്നത്, ഒരു പോപ്പുലർ ആയിട്ടുള്ള കളിക്കാരനല്ലേ ഈ കേരളത്തിലേക്ക് വരുന്നത്. ഈ കേരളത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കേരളം എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിന് വളരെ നന്ദി. അപ്പോൾ നിങ്ങളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ അധികം ഈ പ്രാങ്ക് മോഡലായിട്ട് സംസാരിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിച്ചത്. ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, എന്തൊക്കെയോ വാരിക്കോരി എന്തൊക്കെയോ പറഞ്ഞു, എൻ്റെ കയ്യിൽ നിൽക്കൂല. അപ്പോൾ ഗൈസ്, ഇന്നൊരു പൊളിക്കാണ് ഇവിടെ. ഓക്കെ ഗൈസ്, ഓക്കെ ചേട്ടാ ഒരു ഹായ് ഒക്കെ പറഞ്ഞോളി. ചിരിച്ചാൽ മതി. ഇവിടെ വ്ളോഗ് എടുത്ത് നടക്കുന്ന കഷ്ടപ്പാട് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നില്ലേ ഗൈസ്, ഇന്ന് ഇവിടെ ഉദ്ഘാടനം വരുന്നുണ്ട്. ഫുള്ള് എന്നാണ്? 20-ാം തീയതി. ഓക്കെ ഗൈസ്, അപ്പോൾ 20-ാം തീയതി ആണെന്നാ പറയുന്നത്. അമ്മോ, അല്ല ഞാൻ ഇവിടെ സൈഡിൽ ഇരുന്നാലോ? ഓ, എല്ലാരും കിട്ടും. എല്ലാരും കിട്ടും. ആ, നിങ്ങൾ പറഞ്ഞോളി, ഇതില് പറഞ്ഞോളി. നമ്മള് മിനിഞ്ഞാന്ന് കോർപ്പറേഷൻ നോട്ടീസ് തന്നാളാ. കോർപ്പറേഷൻ 15-ാം തീയതിക്ക് ഉള്ളിൽ മാറ്റം നടന്നു. ഇന്നലെ നമ്മള് കച്ചവടം ചെയ്താളാ. ഞാൻ ഇന്നലെ വയറിലായിട്ടില്ല പറയാണ്. ഞാൻ കച്ചവടം ചെയ്ത എന്റെ ഷോപ്പ് 48 പടിഞ്ഞാറ് 10 ഇറങ്ങിക്കണം. അങ്ങനെ ഓരോരുത്തർ വന്നപ്പോ ഞാൻ ഇത് നമ്മളെ മൈക്കായിരുന്നു, അത് കുറച്ച് വെച്ച് അവരോട് പറഞ്ഞു. അപ്പൊ അവരോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു 9 മണി വരെ കച്ചവടമുള്ളൂ. 9 വരെ കച്ചവടമുള്ളൂ. കലാശക്കുട്ടകളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്തു. ഇന്ന് നമുക്ക് ആ ഓർഡർ പ്രകാരം കിട്ടിയ കോർപ്പറേഷന്റെ ഓർഡർ കിട്ടിയതിനെ കൊണ്ട് എന്തൊക്കെയാ നമ്മളെന്തൊക്കെ ആ നമ്മള് ആ കൈപ്പറ്റി ഒപ്പിട്ട് കൊടുത്ത് നമ്മളെ കച്ചവടമൊക്കെ നമ്മള് പൊളിച്ചു മാറ്റി, ഇതൊക്കെ പൊളിച്ചു മാറ്റി കയറ്റാൻ വേണ്ടി കുഴപ്പമില്ല. ബീച്ചിലല്ലേ, ബീച്ച് ഇങ്ങനെയൊക്കെ വൈബുണ്ടല്ലോ. അപ്പൊ കാര്യങ്ങൾ പറയാം. അത് പൊളിച്ചു മാറ്റിതാ. അതിന് വണ്ടിക്ക് വേണ്ടി കാത്തിക്ക. എന്റെ ഷോപ്പ് നമ്പർ 48. എന്റെ പേരല്ല ഉലാസ്. വെറൈറ്റി ആണ്. ഞാനെന്ന് പറഞ്ഞെങ്കിൽ എല്ലാവരും കച്ചവടത്തിലും കാട്ടി ഡിഫറെന്റ് ആയിട്ട് നിൽക്കലാ എപ്പോഴും. അങ്ങനല്ല, ഞാൻ വീണ്ടും എല്ലാരും ഓരോ ലൈനപ്പായിട്ട് നിൽക്കാണ്. ഞാൻ വീണ്ടും കടലും കരയായിട്ട് നിൽക്കാണ്. വെള്ളം ബന്ധമാണ്. ബന്ധം പറഞ്ഞാൽ എപ്പോഴും വൈകുന്നേരം രാവിലെ വരുന്നവർ ആരും
ഇതാക്കൂല. എല്ലാവരും വൈകുന്നേരത്തെ ഇറങ്ങുന്ന ആളുകളാണ്. ആ അപ്പൊ എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞാല് വെള്ളം കടലിൽ കാണാത്തവരൊക്കെ വരണ്ട, വെള്ളം കളി ഇതൊക്കെ കഴിഞ്ഞ് കടലും കാണാ. അത് കഴിഞ്ഞിട്ട് കേറി വരാൻ ഇത്ര കൂടുതൽ നടക്കണ്ട. ഇതിപ്പോ കടല് കൂടി ഇങ്ങോട്ട് വന്നോ? കടൽ അങ്ങോട്ട് പോയതാണ്. കടല് അപ്പൊ ഇന്നലെ രാത്രി ഒരു ന്യൂസ് ഉണ്ടല്ലോ, കടല് ഉൾവലിഞ്ഞെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഇന്നാണ് കേട്ടത്. ഇന്നാണ് ഞാൻ വീഡിയോ ഫോണ് ഓപ്പൺ ആക്കി നോക്കുമ്പോ എന്താണ് സ്റ്റാർബക്സിന്റെ അവിടെ പറഞ്ഞു. ഓക്കെ, അറിയുന്നവർക്കെല്ലാം അറിയുള്ളൂ. അപ്പൊ ഗൈസ് അങ്ങനെയൊക്കെയാണ്. ഇന്നലെ ആ ടൈമിൽ ഞാൻ വീട്ടിലുള്ള, അപ്പൊ എനിക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പൊ അതിൻ്റെതായ എനിക്ക് അതിനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയണമെന്നുണ്ട്. അതിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാന്ന് വെച്ചാല് എന്തൊക്കെയാ പറയാനുള്ളത്? ഫുൾ വലിയെന്ന് പറഞ്ഞാല് ഇത് സുനാമി വരാനുള്ള മുന്നറിയിപ്പൊന്നും അല്ല. ഇതൊരു കൊല്ലം വരാനുള്ള ഒരു പ്രതിഭാസമാണ്. ഒരു കൊല്ലത്തിലുള്ള പ്രതിഭാസമാണ്. ഇതിപ്പോ നാളെ വന്നാല് മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പൊ എല്ലാ ദിവസവും ഒരേ മാതിരി ആവില്ല, നാളെ മാറും. ഇപ്പൊ ഇതേമാതിരി നിങ്ങൾ നമ്മൾ ഫോൺ നമ്പർ തന്നാൽ ഞാൻ നിങ്ങൾ വിളിക്കും. ഇതേമാതിരി ചിലപ്പോ കടലിൽ ഉൾവലിച്ച് വെള്ളം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ കൊള്ള നിൽക്കുവോ? ഇല്ല. അപ്പൊ നമ്മള് റിപ്പോർട്ട് തിരിച്ചു കൊടുക്കണ്ടേ? ഉറപ്പായിട്ട് തീർച്ചയായിട്ടും വേണ്ടേ. അപ്പൊ അങ്ങോട്ട് ഒരു പാലട്ട ഇങ്ങോട്ട് കയറണ്ടേ? ഉറപ്പായിട്ട്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങളെ പേരെന്താ? എന്റെ പേര് അനസ്. ഞാനില്ല. ഓക്കെ, എപ്പോഴും ഫ്ലോഗർ ആവണം. ഓക്കെ, അത്രേ ഉള്ളൂ. നമ്മള് എല്ലാം നമ്മളെ കൊണ്ട് പറ്റണം നമ്മൾ ചെയ്യണം. അത്രേ ഉള്ളൂ. നമ്മള് ചിലപ്പോ ഒരാൾക്ക് ചായ കൊടുക്കും, കടിയും കൊടുക്കും. അതത്രേ ഉള്ളൂ. ആ സ്നേഹം ഉണ്ടായാൽ മതി. അന്നൊന്നും സ്നേഹം ഉണ്ടായാലും. കോഴിക്കോട് വന്നാലും അപ്പൊ ഗൈസ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പാട്ട് പാടാൻ കഴിയും? ഒരു പാട്ട് അത് നിങ്ങൾ പിടിച്ചോളി, പാടിക്കോളി. അപ്പൊ ഗൈസ് ഒരു നല്ലൊരു അതിമനോഹരമായ പാട്ടായിരിക്കും. ഓക്കെ. ജനിച്ചാൽ ഒരു നാൾ മരണമുണ്ട്, നേരാണ് കാലം തൂതയച്ച് അത് വാങ്ങിടുന്നവനാരാണ്, അത് പൊളിച്ചാൽ കുമ്പിടും അവൻ ധർമ്മഗോളത്തിൽ ആ സുന്ദരന്റെ പേര്. നമുക്ക് 2 മാറ്ററേ മതിയുള്ളൂ. അത് ജനിച്ചാൽ മരണം ഉണ്ടാവും. ചർമ്മഗോളം നമ്മൾ എന്തായാലും പേപ്പർ വായിക്കാത്ത ആളില്ലല്ലോ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇത് വരുമ്പോഴേ ചർമ്മഗോളത്തിൽ വരുള്ളൂ. അതത്രേ ഉള്ളൂ. അപ്പൊ മാക്സിമം നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന സമയമല്ലേ, അത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാം. ഇത് തിരിച്ചു കിട്ടൂല. ഓക്കെ, 20-ാം തീയതി ഉറപ്പായിട്ട് വരും. അനസ് വ്ലോഗ് 21. യെസ്, അത് ഇത് രാത്രിയോ നാളെയോ മറ്റന്നാളായിട്ട് ഇവിടെ വന്നിട്ടുണ്ടാവും. അപ്പൊ എല്ലാരും ഒരായി പറഞ്ഞോളി. ചേട്ടാ ഒരായി പറഞ്ഞോളി. ഗൈസ് അപ്പൊ നിങ്ങൾ എല്ലാരും 20-ാം തീയതി ഇവിടെ എത്തണോ? 20-ാം തീയതിയാണ് ഇവിടെ പരിപാടി. വാട്സപ്പ് ചെയ്യണോ ഗൈസ്? ഇത് വാട്സപ്പ് ചെയ്യണം. ഒരു കാര്യം പറയാം, എല്ലാവരും തുറന്നു പറയാനുള്ള ഒരു ആഗ്രഹം എന്താ? പരമാവധി വിജയിപ്പിക്കാന്നല്ല. 20-ാം തീയതി മുതൽ 20-ാം തീയതി സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ അത് പഴയ കാലഘട്ടം മാറി. പഴയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് പരുന്ന് നിന്ന് കഴിക്കാം. ഭക്ഷണത്തിലേക്ക് തുമ്പത്ത് എന്നുള്ളൊരു പ്രസ്ഥാനം ഇത്രയും കാലം നമ്മൾ നടന്നു പോയി. അതൊക്കെ ഒഴിവായി ഒരു ലൈനപ്പായിട്ട് പുതിയ കുറെ ബ്ലോഗർമാർ വന്നിക്കണേ. ലൈനപ്പായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ അത് എല്ലാവർക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഓക്കെ, അപ്പൊ 20-ാം തീയതി വരണം. ഞാൻ പോട്ടെ. ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഉറപ്പായിട്ട്. എന്തായാലും ഓക്കെ, എന്നാലും കാണാം. അപ്പൊ ഗൈസ് ഇന്നൊരു പൊളിച്ച് ഇവിടെ. അപ്പോ ഞാൻ ഇപ്പൊ നടക്കുന്ന സ്ഥലമൊക്കെ അല്ലേ ഗൈസ്, കുറച്ച് കാലം കഴിഞ്ഞാല് ഇവിടെ ആയിരിക്കും നമ്മളെ എല്ലാ കടകളും വരുന്നത്. അപ്പൊ ഇത് 20-ാം തീയതി ഇവിടെ ഉദ്ഘാടനം ആണെന്നാ പറയുന്നത്. ഉദ്ഘാടനം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഗൈസ്, ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കാണുന്ന ഈ കടകളുണ്ടല്ലോ, ഈ ഒരു സൈഡിൽ കാണുന്ന കടകളുണ്ടല്ലോ, ഇതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഈ ഒരു ഫ്ലോറിലായിരിക്കും ഫുള്ള് കളി വരുന്നത്. അപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്. നമ്മൾ വില്ലേജ് ഓഫീസറൊക്കെ വരുന്ന മാതിരി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ തുറക്കാൻ പോവാ 20-ാം തീയതി അല്ലേ? ഓക്കെ, 20-ാം തീയതി ഇവിടെ ഫുള്ള് ആൾക്കാരായിരിക്കും. ഓക്കെ, ഒരായി പറഞ്ഞോളി. ഓക്കെ, നിങ്ങളെ പേരെന്താ? ഓക്കെ, ഹംസക്കോയ. എല്ലാവരും വന്ന് ചായ വെള്ളം അവിടെ ഫുള്ള് എൻജോയ് ചെയ്ത് മാക്സിമം ഫുള്ള് പൊളിയാക്കാം. കൈ വേദനയായിട്ട് ഗൈസ് ഇതിങ്ങനെ പിടിച്ചിക്കാൻ കഴിയുന്നില്ല. ഗൈസ് ഇതിങ്ങനെ പിടിച്ചിക്കാൻ പറഞ്ഞാൽ ഡേഞ്ചർ പരിപാടിയാണ്. ഹെവി ഡേഞ്ചർ എന്ന് വെച്ചാലേ ഹെവി ഡേഞ്ചർ. ഇല്ല, അങ്ങനെ കാണൂല. ഇനി കാണും. ഇനി പറയാം. ഇനി എന്ത് വേണേ പറയാം. ഇപ്പൊ നിങ്ങളെ ക്യാമറ കണ്ട് എന്താണ്
എന്താ പറയണ്ടേ ഈ ഒരു ബീച്ചിനെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഈ ഒരു പുതിയ വരുന്ന കടയാണല്ലോ ഈ കാണുന്ന കട, ഈ കടകളെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞോളി. ഇതിനെ കുറിച്ച് പറയാം, ഞാൻ ഇവിടെ ഇരിക്കല്ലേ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ഞാനിങ്ങനെ റാൻഡം സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് പോയിട്ട്, റാൻഡം എന്ന് പറഞ്ഞ പൊതുജനങ്ങളാണ് എന്റെ ചാനലിൽ അധികം ഉണ്ടാവുക. ഇതിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാന്ന് വെച്ചാൽ അങ്ങനെയാണ്. പൈസ കിട്ടാൻ നമ്മള് അങ്ങനെ പൈസ കിട്ടാനുള്ള മാർഗത്തിന് വേണ്ടിട്ടാണ് പറഞ്ഞോളി. നമുക്കെന്ത് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലേ? അപ്പൊ ഈ ചലഞ്ച് അല്ല, ഈ ചലഞ്ച് ഒക്കെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. വളരെ മോശമാണ്. അല്ല, നിങ്ങൾ പറഞ്ഞല്ലേ ചലഞ്ചിന്റെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷെ ഈ ചലഞ്ചിന്റെ ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണും. അപ്പൊ ഓരോടെന്താ പറയാനുള്ളത്? ഓരോടെന്താ പറയാ പഠിക്കണത്? ചലഞ്ച് ചെയ്ത് കോഴിക്കോട് ബീച്ചിലേക്ക് അപ്പൊ നിങ്ങളെ ചോദ്യം പറയും. നമ്മളത് എന്താന്ന് വെച്ചാല് ഈ ഒരു രണ്ട് കടയും തമ്മിലുള്ള വ്യത്യാസം, പിന്നെ ഈ മെസ്സി കളിക്കാൻ ഈ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ മെസ്സിന്റെ കളി കാണാൻ നിങ്ങൾ എത്ര റുപ്യ എടുത്തിട്ട് ആ സ്റ്റേഡിയത്തിൽ കയറാം? നമുക്ക് പൈസ ഉണ്ടോ? അപ്പൊ ഇവർക്ക് പൈസ ഒന്നും വേണ്ട, മെസ്സിനെ ഫ്രീ ആയിട്ട് നമുക്ക് കാണാം. ആണ്. അപ്പൊ ആർക്കെങ്കിലും കയറണമെന്നുണ്ടെങ്കിൽ ഇവരെ ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ 50 ലക്ഷം രൂപ കൊടുത്തിട്ട് മെസ്സിയുടെ കളി കാണാം. കാരണം ഈ തട്ടുകട കച്ചവടം ചെയ്യുന്ന ആളുകളോടാണല്ലോ ഈ മെസ്സിയുടെ കളി കാണാനുള്ള പൈസ ചോദിച്ചേ. ആ സാമാന്യ അല്ല, ഞാന് നമ്മളെന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ചെയ്യണല്ലോ. നമ്മൾ ഓരോരുത്തര് വേറെ കണ്ടന്റ് ഇറക്കി ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ വ്ളോഗ് എടുക്കണോ? ആ, ഞാൻ ഈ സൈഡിൽ കൂടെ വ്ളോഗ് അർജന്റീനയെ പോയിട്ട് മെസ്സിന്റെ വീട്ടിൽ പോയി നേരിട്ട് കാണാം. അതെ, 50 ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ വ്ളോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അതെ, ഓക്കെ എന്നല്ല. അപ്പൊ കാണാം. അപ്പൊ അനസ് വ്ളോഗ് 21 അടിച്ചെനിക്ക് ഇന്നെ കാണാം. ഓക്കെ, ബൈ. ആ, ഓക്കെ. അപ്പൊ ഗൈസ് നമ്മളെ ഫോളോവേഴ്സ് വന്നു. പിന്നെ ഡബിളായിട്ട് വന്നിരിക്കും ഗൈസ്. ഒരു കര, ഒരു പാലം, മറ്റേ ബോസ് പറഞ്ഞ മാതിരി ഒരു പാലം അങ്ങോട്ട് ഇട്ടാല് അതിന്റെ ഡബിൾ പാലം ഇങ്ങോട്ടേക്ക് വരും. അതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ഒരു മരം നട്ട് കഴിഞ്ഞാൽ ചേട്ടാ, ഒരു മരം നട്ട് കഴിഞ്ഞാൽ ഒരു വെള്ളം ഒഴിച്ചാലല്ലേ വലുതാവുള്ളൂ. അത്ര തന്നെ ഉള്ളൂ. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ അതിങ്ങനെ ആൾക്കാർ വരണമെങ്കിൽ കുറച്ച് ടൈം പിടിക്കുമല്ലേ? അതെ. അപ്പൊ ഒരു ആയി പറഞ്ഞോളെ. നിങ്ങളെ പേരെന്തായിരുന്നു? ഓക്കെ. എങ്ങനെയുണ്ട് ഈ കോഴിക്കോട്? അടിപൊളിയാണ്. ഓക്കെ, നല്ല ഹാപ്പി. ഓക്കെ. അപ്പൊ കഴിച്ച ഓരോരുത്തർ ഓരോ ദിവസവും പുതിയ മനുഷ്യരാണ് ഞാൻ കാണുന്നത്. ഇന്നമാതിരി വ്ളോഗ് എടുക്കുന്ന ഏതെങ്കിലും ഒരു വ്ളോഗർ ഉണ്ടോ നോക്കി ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത്. JCBന്റെ സൗണ്ട് ഉണ്ട് അവിടെ. മെസ്സിയൊക്കെ ഈ വ്ളോഗ് കണ്ടു കഴിഞ്ഞാലോ കൈ കടയുന്നുണ്ട് കൈസ്. ഇത് വലിയൊരു ഗിംബലാണ് എടുത്ത് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇത് വേറെ മൂഡ് ഗിംബലാണ്. പക്ഷെ കുറേ നേരം പിടിച്ചു നിൽക്കുക പറഞ്ഞാല് കൈ കടയും. കൈ കടഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുക. നമ്മൾ മാക്സിമം ലൈക്ക് അടിക്കണം. ഇവിടെ എപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. അടിയിലെ കൈസ് ഇവിടെ ഇങ്ങനെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ പിടിച്ച് ഞാൻ വ്ളോഗ് എടുത്തരാം ഗൈസ്. ഇനി ഞാൻ എന്നെ കാണിക്കുന്നില്ല. കുറച്ച് നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇവിടെ മണ്ണൊക്കെ കോരി ഒഴിവാക്കുന്നുണ്ട്. ഇവിടുത്തെ 20-ാം തീയതി ഉദ്ഘാടനത്തിൽ ഇത് നമ്മൾ ഇങ്ങനെ വെറുതെ പോവാണ്. നിങ്ങളെല്ലാവരും ഒരു ആയി പറഞ്ഞോളി. ഓക്കെ, കളറാണ്, പൊളിക്കൂ. ഗൈസ് നമ്മളെ കൈമാരാണ് എല്ലാവരും എൻ്റെ വ്ളോഗിലുണ്ടാവും. അപ്പോൾ ഇനാഗുറേഷൻ ഞാനായിരിക്കും തോന്നുന്നത്. തിങ്കളാഴ്ച 8 മണിക്ക് 10 മണിക്ക് വരെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത ടീമിൻ്റെ അടുത്ത് പോയിരിക്കാം. ചിലവർക്ക് ഇൻട്രസ്റ്റ് ആവും, ചിലവർക്ക് ഇൻട്രസ്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ എല്ലാം പാടെ കലർത്തി കൂട്ടിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇവിടെ ഒന്ന് ഇരുന്ന് നോക്കല്ലേ എന്ത് സംഭവിക്കണോ. അറിയോ പേരെന്താ? സാലി. ഞാൻ ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയും. അപ്പോൾ പേരെന്താ? സാലി. അത് പിടിച്ചോളൂ. മൈൻഡ് എന്ത് പറ്റി? ആണോ? ഓക്കെ, എന്നാൽ ഒരു ഹായ് പറഞ്ഞു. ഓക്കെ, ഒരിക്കലും ഇല്ല. ഓക്കെ. ഗൈസ് അപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് പോയി ഇങ്ങനെ ഇരുന്ന് നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം. ഒരു വെറൈറ്റി വ്ളോഗായിരിക്കും. ചിലപ്പോൾ ഞാൻ ഡാൻസ് കളിപ്പിക്കും, പാട്ട് പഠിപ്പിക്കും, കരയിപ്പിക്കുന്നില്ല, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മളൊരാളെ വിഷമിപ്പിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. എനിക്കൊരാളെ ചിരിപ്പിക്കാനേ അറിയുള്ളൂ, കരയിപ്പിക്കാൻ അറിയില്ല, കരയിപ്പിച്ച് ശീലമില്ല. അപ്പോൾ ഗൈസ് ഞാൻ പറയുന്നതൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല ഗൈസ്. ഓക്കെ ആണോ?
ഓക്കെ ആണോ ഗൈസ്? ഓക്കെ ആണോ ഗൈസ്? വ്ളോഗാ? ഓ, പേരെന്താ? അഭിരാമി. അഭിരാമി. ഈ കേരളത്തിൽ മെസ്സി കളിക്കാൻ വരുന്നില്ലേ? അപ്പൊ നിങ്ങൾ ആ സ്റ്റേഡിയത്തിൽ അതിനെ കുറിച്ചൊന്നും അറിയില്ലടാ. അല്ല, നിങ്ങളൊരു അഭിപ്രായം പറയാന്ന് വെച്ചാൽ ആ സ്റ്റേഡിയത്തിൽ നിങ്ങൾ എത്ര രൂപേന്റെ ടിക്കറ്റ് എടുത്തിട്ടായിരിക്കും നിങ്ങൾ ആ മെസ്സിനെ കാണാം? 150. 150 ഗൈസ്. ഓക്കെ, ചേട്ടനോ? ചേട്ടനില്ല. നിങ്ങളോ? ചേച്ചി ഇല്ല. അപ്പോ ഇതുവരെ സംസാരിച്ച് മേഖലയെ കുറിച്ച് സംസാരിക്കുമോ? കളി അറിയില്ല. ഒരു മാത്സ് ചോദിക്കട്ടെ. ഞാൻ എന്റെ മാത്സ് കണക്കൊന്നും വേണ്ട. കണക്കൊന്നും വേണ്ട. ഇംഗ്ലീഷ്. ഓക്കെ, ഇംഗ്ലീഷ് എനിക്ക് തീരെ അറിയില്ല. ഇംഗ്ലീഷ് അറിയെങ്കിൽ ഞാൻ എന്നായിക്കോട്ടെ. എനിക്ക് ഇംഗ്ലീഷിൽ നിങ്ങളെ എന്ത് ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കണ്ടേ? അല്ല, നിങ്ങൾ പറഞ്ഞോളി. എനിക്ക് അറിയുന്ന ഇംഗ്ലീഷ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേണ്ടല്ലേ? എൻ്റെ പേര് അനസ്. ഓക്കെ, സൂപ്പറാണ്. ഓ, ഓക്കെയാണ്. അതുണ്ടാവുമല്ലോ, നമ്മൾ തെറ്റുന്നതാണല്ലോ ശരിയാവല്ലേ? അതെ. ഓക്കെ, ബൈ. നമ്മളോടെ കളി നമ്മളെ വലിയ പ്ലസ് പോയിന്റ് അടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. നമ്മൾ ഹൈ ലെവലിൽ നിന്ന് അതിനെക്കാട്ടി ഹൈടെക് കളിന്ന് ഇറങ്ങിയിട്ടാണ് ഈ ഒരു വ്ളോഗിലേക്ക് വരുന്നത് ഗൈസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു ചാനൽ ഒരു 2 ലക്ഷം ആൾക്കാർ വന്നോട്ടെ, എന്നിട്ടാണ് നമ്മളെ വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ വരുന്നുണ്ട് ഗൈസ്. അവിടെ ഇരിക്കുന്നുണ്ട്, അടയ്ക്കാൻ പോണേ. എന്താ കാണലുണ്ടോ? പേരെന്താ? അക്ഷയ്. അക്ഷയ്. എവിടുന്ന വരുന്നത്? കോഴിക്കോട് തന്നെ. പിടിച്ചോ. അങ്ങനെയൊക്കെയാണല്ലേ? നോക്കട്ടെ. ഫ്രെയിം ഓക്കെ ആണെങ്കിൽ ഫ്രെയിമൊക്കെ ഡബിളിൽ ഓക്കെയാണ്. കണ്ടപ്പോൾ വിളിച്ചതാ. അല്ല, അങ്ങനെ പോരുത്. ഇവിടെ ഒരു കാര്യം പറയട്ടെ. സീരിയസ് മാറ്റർ. നമ്മൾ ഈ ഒരു മെസ്സി കേരളത്തിൽ കളിക്കാൻ വരുന്നുണ്ടല്ലോ. അതറിഞ്ഞില്ല? അല്ല, പോലെ എന്തിനാ കൈസ് വിളിച്ച്? ഐ ആം ഫൈൻ. ഓക്കെ, ഇത് പിടിച്ചോളൂ. മെസ്സി കേരളത്തിൽ കളിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ആ കളിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഏതായാലും കളി നിങ്ങൾ കണ്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് കളി കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കളി കാണണമെങ്കിൽ നിങ്ങൾ എത്ര രൂപേൻ്റെ ടിക്കറ്റ് എടുത്തിട്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക? എത്ര രൂപേൻ്റെ ടിക്കറ്റ് ആണ് ആദ്യം നമ്മൾ അറിയേണ്ടത്? 50 ലക്ഷം എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഇല്ല, ഒരിക്കലുമല്ല. ഒരാൾക്ക് താങ്ങാൻ പറ്റിയ ഒരു സാധാരണക്കാർക്ക് കാണാൻ പറ്റില്ല. ഒരിക്കലും കാണാൻ പറ്റില്ല. അത് ഇവിടെ കേരളത്തിലേക്കാണ് വരുന്നതും. ഇവരത് കണ്ടറിഞ്ഞിട്ട് ശരിക്കും വില കുറച്ചിട്ട് ഒരു സാധാരണക്കാരന് ഹാപ്പി ആവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും കളി കാണാൻ പോകും. പിന്നെ അത്രേ ഉള്ളൂ. ഇതിപ്പോൾ 50 ലക്ഷം കൊടുത്തിട്ട് ആരാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക? ആരും കാണാൻ പറ്റില്ല. 50 ലക്ഷം ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യം അത് കാണാം. ഇത് യൂട്യൂബിൽ. അതെ. നിങ്ങളുടെ പേരെന്ത്? പേര് സർജാദ്. സർജാദ് ക, പിന്നെ സനൂബ് ക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. പിന്നല്ല, അതല്ലേ പാട്ട് എന്തെങ്കിലും കഴിവുകൾ എന്തെങ്കിലും ഉണ്ടോ? ചാനലിന്റെ പേര് അനസ് വ്ലോഗ് 21. യെസ്, എനിക്ക് വലിയ കഴിവൊന്നുമില്ല, അതാണ് ഇങ്ങനെ കളിക്കുന്നത്. ഓക്കെ, നല്ല പോയി. ഓക്കെ, അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഗൈസ്, നമ്മളൊരു ഇന്റർസെപ്റ്ററിൽ സബ്സ്ക്രൈബർ വരുന്നുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, പോയി നോക്കാലോ. മച്ചാനെ ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. മച്ചാ. അപ്പോൾ ഗൈസ്, ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ്. പേരെന്താ? യാസീൻ. ദിൽഷാദ്. ഓക്കെ, ഇതിന്റെ ഡ്രീം വണ്ടിയാ? ഓക്കെ ഗൈസ്, ഇന്റർസെപ്റ്റർ. My dream. ഓ, ഡ്രീമൊക്കെയാണ്, പക്ഷേ ആ ഡ്രീമിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. ഏത് പോലീസുകാരൻ ഗൈസ്? അത് നമ്മളെ പോലീസാണ്. അന്ന് വൈറലാക്കി ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്താ ചെയ്യുക? പോലീസായ ഇങ്ങനെ തന്നെയാണ്. അതാണ് ഞാൻ പോലീസാവാത്തത്. പോലീസൊന്നും ആയിട്ട് കാര്യമില്ല.
എല്ലാവരും വിചാരം ഈ ബ്ലോഗ് ചെയ്യുന്നത് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെ ബാക്കിലുള്ള ടാസ്ക് നിങ്ങൾക്ക് അറിയായിട്ടാണ്. ഒരുപാട് ആൾക്കാർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ എൻ്റെ മോനെ എന്തിനാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്? ക്യാമറ തിരിക്കാൻ വേണ്ടി പോവാം. എന്താണ് എൻ്റെ കയ്യിൽ ക്യാമറ കാഴ്ചയുള്ള ധൂളാണ്. ധൂള് അറിയോ? ഇത് പിടിച്ചോ. ഈ മെസ്സി ഇല്ലേ, ഞാൻ കണ്ടു കാലങ്ങൾ അനസ് വ്ലോഗ് 21. അതെ, ഈ മെസ്സി കേരളത്തിൽ കളിക്കാൻ വരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ എത്ര രൂപേനെ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക? 5,000. ഓക്കെ, നിങ്ങളോ? ഞാൻ കാണാൻ പോകുന്നില്ല. വെരി ഗുഡ്. 50,000 അല്ല, 50. അത് VIP ടിക്കറ്റ് 50 ലാക്ക്. അത് VIP ലാക്ക്. യെസ്. ഇല്ല, അതെടുത്ത് എന്തായാലും പോവില്ല. ആരും പോകില്ല. 50,000 കണ്ടേ അവിടെ ഇങ്ങനെ വ്ളോഗ് എടുത്തെടുക്കേണ്ട ആവശ്യമുണ്ടോ? പിന്നെയോ, അതെടുത്ത് എന്തായാലും പോവില്ല. ചിലപ്പോൾ അവിടെ പോയിട്ട് റോട്ടുമെന്ന് കാണും. അതെ. നിങ്ങൾ എത്ര രൂപേൻ്റെ എടുക്കും? ഞാൻ ടിക്കറ്റ് എടുക്കൂല, വെറുതെ കയറി കാണും. ഓക്കെ, അതാ ഏറ്റവും നല്ലത്. അപ്പം എന്നാല് പാട്ട് പാടും നിങ്ങൾ? ഓക്കെ, എന്നാല് കാണാം. പക്ഷെ അങ്ങനെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് നമ്മളിങ്ങനെ നടന്ന് ഒരുപാട് ആൾക്കാരെ കണ്ട് നമുക്ക് ഐസ്ക്രീം തിന്നാൻ ആൾക്കാരെ അടുത്ത് എത്തി. ആ, ഞാൻ മക്കി പോയി. ഗൈസ്, അപ്പോൾ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റി രുചികൾ എന്താ പേര്? എൻ്റെ പേര് അനസ്. യൂട്യൂബ് ചാനൽ ലൈവ് ആണോ? ഹലോ. ഇതിപ്പോ എന്തായാലും വീഡിയോ ഞാൻ എടുക്കുകയാണെങ്കിൽ അവിടെ പോയിട്ട് ഇട്ടുള്ളൂ. ഓ, ഇതിൽ നിങ്ങളൊക്കെ കളറായിരിക്കും. പാലക്കാടത്തേക്കന്മാരാ. അമ്മോ, ഇതില് കാര്യം പറയാച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാരും കാണും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും എടുത്ത് കയറി എന്തെങ്കിലും പ്ലസ് പോയിന്റ് ആയിട്ട് പെണ്ണിനെ നമ്പർ പെണ്ണ് ചതിക്കും. ഓക്കെ. നല്ല പെണ്ണുങ്ങൾ അങ്ങനല്ല. എന്റെ കുട്ടിയൊക്കെ സിൻസിയർ ആണ്. ചതിയനാ, നമ്മൾ ചതിയനാ. ഓക്കെ, അത് നമ്മള് എങ്ങനെ എനിക്കത് മനസ്സിലാവില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. എനിക്ക് ഓൺലി പൈസ ഉണ്ടെങ്കിലേ എല്ലാം ഉണ്ടാവുള്ളൂ, അല്ലേ? അതെ, പൈസ ഉണ്ടെങ്കിലേ വില ഉണ്ടാവുള്ളൂ. അപ്പോ പൈസ ഹാപ്പിനെസ് ആണ്. അതെ, ഹാപ്പിനെസ്സും ആണ്, പൈസയും വേണം. പൈസ ഉണ്ടെങ്കിലേ ഹാപ്പിനെസ് സൈഡിലൂടെ വരുള്ളൂ, അല്ലേ? പൈസ ഉണ്ടാക്കാൻ നിന്നേ നമ്മുടെ നല്ല പെണ്ണുങ്ങളുണ്ട്, വളരെ കുറവാണ്. 1% ഒക്കെ ഉള്ളു കേരളത്തിൽ ഇപ്പൊ നല്ല പെണ്ണുങ്ങള്. ഒക്കെ ഇപ്പൊ ബനെ 5x 5 യൂസറായില്ലേ? മോനെ വലിയ ഇത് മറ്റേ വെറുതെ പറയാട്ടെ, കട്ടവർത്തനം പറയല്ലേ. വെറൈറ്റി മീഡിയ ഒക്കെ വരും കേട്ടോ. അത് നമുക്ക് പേടില്ല. ആണല്ലേ? നിങ്ങളിങ്ങനെ കാറോ, വണ്ടി, ബസ്? ഞങ്ങൾ ഒരു ബസ്സിൽ 40 ആൾക്കാരുണ്ട്. ആണ്. ഏതാ ബസ്? എവിടെ? ബസ് അവിടെ എവിടെ ഉണ്ട്. ആ കൊടുക്കണേ ഞങ്ങളുടെ ബസ്. ആ തിരിച്ചു വരുന്ന നമ്മുടെ ബസ്സല്ലടാ. എടാ, നിങ്ങളെ കൂടെ കുറെ ആൾക്കാരുണ്ട്. എല്ലാരും ഈ വ്ളോഗിലെ കൊണ്ടുവന്നു. അല്ല, എങ്ങനെ എന്നാ നിങ്ങൾ ഉണ്ടാവുമ്പോ ഒന്നും ചെയ്യില്ല. എന്നാ വാ, നമുക്ക് കളറാക്കാം. വാ. അപ്പൊ ഗൈസ്, ഇത് ഇനിയാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണത് ഗൈസ്. അപ്പൊ ഇത്രയും നേരം കളിച്ചതൊക്കെ വെറുതെ ഷോ മാത്രം. ഏതാണ്? ഓക്കെ, ഷെബീൽ ബ്രോ. മൈക്ക് കൊടുക്കണേ. മൈക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അതിൻ്റെതൊന്നുമില്ലേ? ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഇതപ്പോ പാസ് ചെയ്താൽ പേര് പറയും. സെബീൽ. അവിടെ നോക്കി. എങ്ങനെയുണ്ട് ഫ്രെയിം? എങ്ങനെയുണ്ട് നോക്കൂ. ഓക്കെ അല്ലേ? ഇല്ല, ഓണല്ലേ ഇപ്പൊ? ഓക്കെ, ഇനി നമുക്ക് നടക്കാം. നിങ്ങള് ബാച്ച് മൊത്തം കാണിച്ചോ? എല്ലാരും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ആണ്. എന്താ കോളേജാണോ? ഏത് കോളേജാണ്? പട്ടാമ്പി. ഓക്കെ ഗൈസ്, പട്ടാമ്പി എന്നുള്ള കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളത്? പക്ക. എങ്ങനെ ഇവിടെ കോഴിക്കോട് ബീച്ചിൽ എപ്പോഴും വരല്ലോ? ഇടയ്ക്കിടയ്ക്ക് വരും, മാസത്തിലൊരു ദിവസം. ഞാൻ ഒരാഴ്ച ആണല്ലേ? അപ്പോ ആ ടീം മൊത്തം സ്റ്റെക്ക് ആവാൻ മതിയാവും അല്ലേ? ആണല്ലേ? അവൻ പെട്ടെന്ന് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് നിർത്തട്ടോ, കൂടുതൽ അലമ്പാക്കണ്ട. അതെ, അവിടുത്തെ ക്ലിപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. ഓ, ഇതാകുമ്പോ മൊത്തം പിടിക്കാൻ. ബ്ലോഗർ അജ്മലിനോടൊപ്പം മോനെ ഗൈസ്, ഇതാണ് നമ്മളെ
ടീം പട്ടാമ്പി ടീംസ്. കൊടുമുണ്ട ഷാനു, കൊടുമണ്ട സാനു. ഓക്കെ, ഇത് മട്ടാഞ്ചേരി ഷയാസ്. അതൊക്കെ നമ്മുടെ പിള്ളേരാണ്. ആ പറഞ്ഞോളൂ. അത് ഞങ്ങളെ സാറ്. മൈക്ക് വർത്താനം പറയും. അത് ഞങ്ങളെ സാറ്. ഗൈസ് ഇപ്പൊ ക്യാമറ കാണുന്നത് സാറിനാണ്. ഓക്കെ സാറ് ഒന്ന് ക്ലോസ് അപ്പ് ചെയ്തു. എന്താ പറയുക? സാറിനോട് എന്തെങ്കിലും ചോദിച്ചോക്കാം. ചോദിച്ചോക്കാം അല്ലേ? മറ്റേ ഇത് ചോദിച്ചു നോക്കി. ഓക്കെ, യൂട്യൂബ് ചാനൽ എവിടെയുണ്ട്? ഇവിടെയുണ്ട്. അപ്പൊ നിങ്ങള് റാൻഡം സ്ട്രേഞ്ചേഴ്സിനെയാണ് പിടിക്കല്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും 2 വാക്ക് പറയാൻ പറ്റുമോ? എന്തിനും ഒരു പാട്ടോ എന്താന്ന് വെച്ചാൽ പാടിക്കോളി നിങ്ങൾ. ഇഷ്ടമുള്ള പോലെ. നല്ലതിന് വേണ്ടിട്ട് പറയല്ലോ. അതെ അതെ, പഞ്ചടിച്ചോളി. ഒരു പഞ്ചായിട്ട് ചില നിങ്ങള് മാറിക്കണ്ട അങ്ങോട്ട്. ഗൈസ് ഒക്കെ മാറി നിക്കുന്നു. അല്ല ഞാനിപ്പോ നമ്മുടെ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് ആണ് ഈ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഇവരോട് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഞാൻ ഇവർക്ക് നമ്മൾ ക്ലാസ്സിൽ ഇംപ്ലൈ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. അതായത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനല്ല നമ്മൾ പഠിപ്പിക്കാറ്, ഉത്തരങ്ങളെ ചോദ്യം ചെയ്യാനാണ് പഠിപ്പിക്കാറ്. അങ്ങനെയാണ് പഠിപ്പിക്കാറ്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അതാ നല്ലത്. ഓക്കെ, ഞാൻ പോട്ടെന്നാല്. ഓക്കെ, ഇപ്പൊ ഗൈസ് അപ്പൊ കൊറേ കാലത്തിന് ശേഷമാണ്. അപ്പൊ എനിക്ക് വ്ളോഗൊക്കെ മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാരും ഒരു ഹായ് പറഞ്ഞോളി. എന്നാല് ഒരു ഹായ് പറഞ്ഞു. ഹായ്. അപ്പൊ നിങ്ങൾ ഏത് കോളേജായിരുന്നു? പട്ടാമ്പി. ഓക്കെ, അപ്പൊ അവിടെ ഉള്ള കോളേജിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ കോഴിക്കോട് ബീച്ചിലുള്ളത്. ഓക്കെ, നമ്മുടെ മൈക്ക് അവിടെ പോയി. നല്ല കേൾക്കുള്ളൂ. ഞങ്ങള് രാജാനഗറിന് അടിച്ചാൽ മതി. ലിമെന്റ് സെക്കൻഡ് ഇയേഴ്സ്. നിങ്ങളെ കാണൂല, നിങ്ങൾ ഇങ്ങോട്ടേക്കുന്നു. ഇതൊക്കെ നമ്മുടെ പിള്ളേരാണ്. പറഞ്ഞോടി 2 വാക്ക് പറഞ്ഞു. പാട്ട് പാടാൻ അറിയോ? പാടിക്കോ. ഇതിലൊരു തേങ്ങ കണ്ടന്റ് ആയിട്ട് ഒന്നും ഇല്ല. അതൊരു പാട്ടെങ്കിലും ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ട്. അവർക്ക് നാണാണ് ഗൈസ്. അപ്പൊ ഞാൻ നല്ല പോട്ടെ. ഓക്കെ, അല്ല പാട്ട് പാടുന്നുണ്ട്. ഞാനൊക്കെ എത്ര പാട്ട പാടി എടുത്തിട്ടാ. ഇതില് ഫുള്ള് കോമഡിയാ. ഓരെന്നാ മെയിൻ. അതാ ബ്ലാക്കും വൈറ്റും. ഓക്കെ, എന്നാ ഞാൻ പോയി എന്നാല്. ഓക്കെ, കാണാം. ഓക്കെ, ബൈ ഗൈസ്. അപ്പോ എന്താ പറയാ, എനിക്ക് മൂഡ് പോയി. പാട്ട് പാടിയില്ല. ഓക്കെ ഗൈസ്. ഓക്കെ, ഞാൻ പോകുന്നു ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ വ്ളോഗിൽ. ഞാൻ പെട്ടെന്നുള്ള ഇമ്പ്രഷൻസ് ആണ്. ചിലപ്പോൾ തെറ്റുകളൊക്കെ പറയാൻ ചാൻസ് വളരെ വളരെ കൂടുതലാണ്. അപ്പം നിങ്ങളെല്ലാവരും മാക്സിമം ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ കുറച്ച് ഫണ്ണായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് തമാശയോട് കൂടിയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അല്ല മോനെ പോയി. എന്താ പറഞ്ഞു? ആണല്ലേ? എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പോകുന്നു? ഉഷാറായി പോകുന്നു. ഒരു 2 വാക്ക് പ്രേക്ഷകരോട് പറയാന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ പറയാം? നിങ്ങളിപ്പോ ഇതിൽ കളറാണ്, ഒന്നും പറയാനില്ല. അതെ, എന്താ പറയണ്ടേ? എന്ത് വേണേ പറഞ്ഞോളൂ. കടല് കണ്ടോ? കടല് കണ്ടിട്ട് എന്ത് തോന്നുന്നു? കടല് കണ്ടിട്ട് ഇന്നലെ രാത്രി ആയിരുന്നു കടല് ഉൾവലിഞ്ഞു പോയത്. പക്ഷെ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അതെ, പോയാള് തിരിച്ചു വന്നു. പോയാള് തിരിച്ചു വന്നു. ഫുഡ് കഴിച്ചു. നിങ്ങളെവിടെ സ്ഥലം? ഞാൻ ഇവിടെ തന്നെ. യെസ്. കുഴിമന്തി കഴിക്കായിരുന്നു. കേറല്ലേ? ആ ഗൈസ്, മൊത്തം നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇതെങ്ങനെ തുറക്കല്? അവിടെ തുറന്നാണോ? വലിച്ചാ മതി. ഓക്കെ, അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ നമ്മള് കത്തും, മൊത്തത്ത് കത്തും. ലൈവല്ല, ഇത് വീഡിയോ എടുക്കാം. പ്രശസ്തി ഇഷ്ടമുള്ള ആൾക്കാർ ആണല്ലേ? നമ്മ ഇന്ന് ഫുള്ള് വൈറലാവും. എന്നാല് ഫുൾ അൺഎക്സ്പെക്റ്റഡ് ആണ് എന്റെ വ്ളോഗിൽ ഉണ്ടാവുക. ആണല്ലേ? കാണാറുണ്ട്. അങ്ങനൊന്നുമില്ല. അച്ചടി ഭാഷയിൽ കോട്ടയം സ്റ്റൈലൊക്കെ ഭാഷ വരിക. ആണല്ലേ? ഓക്കെ. നിങ്ങൾ കോട്ടയം? ഞാൻ കോട്ടയല്ല, അവരും കോട്ടയം. നമ്മളെല്ലാരും കോഴിക്കോട് തന്നെ. ആണല്ലേ? ഈ ബീച്ചിലുള്ള ഈ തട്ടുകടകളൊക്കെ മാറി കൗണ്ടറിലേക്ക് മാറുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? നല്ലൊരു അഭിപ്രായം തന്നെ. ഈ കോഴിക്കോട് ബീച്ചിന്റെ തനത് സ്റ്റൈല് പോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇനി എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് ഇവരെ ഒരു അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. കുറെ കാലം മുമ്പ് വരേണ്ട സാധനം, കുറെ കാലം മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അടിപൊളിയായിട്ടുണ്ടാവും.
ഇവിടെ ഫുള്ള് ലേറ്റ് ആയിട്ടാണ് ഇവിടെ അപ്ഡേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ റോഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തിൻ്റെ ആണെങ്കിലും അല്ലേ? അതെ അതെ വന്ന് നിർത്തണം അവിടെ, മെയിൻ്റെനൻസിന് അവിടെ നിർത്തണം. ഇവര് ഫുൾ സാധനം സെറ്റ് ആക്കി പോകും. പിന്നെ ഒരു വിവരം ഉണ്ടാവില്ല വരെ. അവിടെ കണ്ടില്ലേ, അവിടെ ലൈറ്റും കാര്യമൊക്കെ പോയി കിടക്കാണ്. അതാണ് ഒരു സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് വൃത്തി കൊണ്ടെടുക്കില്ല വരാൻ. സൂപ്പി പോയി കഴിക്കല്ലേ? നമ്മള് മന്തി കഴിക്കാൻ വേണ്ടി പോവാ. അൺഎക്സ്പെക്ടഡ് മന്തി. അൺഎക്സ്പെക്ടഡ് മന്തി. ഫുഡ് കഴിച്ചിരുന്നോ? ഇല്ല. നമുക്ക് വാതിലൊക്കെ തുറന്നു, അല്ലാണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. ആണ് ബോഡി ഗാർഡ് വാതിൽ തുറക്കൂ. കണ്ടില്ലേ, ബ്ലാക്ക് കാറ്റാ, ബ്ലാക്ക് ഒക്കെ ഇട്ടാ വന്നു. അവിടെ തുറക്കും. മോനെ ഗൈസ്, നമ്മള് സൂഫി മന്തിന്റെ അഭിപ്രായം മൊത്തം ഒന്ന് പറഞ്ഞുതരാം. ഉറപ്പായിട്ട് പെട്ടെന്നായിരുന്നു എല്ലാം, വളരെ പെട്ടെന്ന്. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മാതിരി വന്ന ആൾക്കാരാണ്. സൂഫി മന്തി, സൂഫി മന്തി എൻ്റെ മോനെ ഗൈസ്, ഞാനിപ്പോൾ എവിടെ ഉള്ളത്? ഫുള്ളെടുത്ത് വെക്കട്ടെ, ആവശ്യം വരും. അത് സൂഫി മന്തിയില് വെള്ളം പോലും അടിച്ചു വെക്കുന്നത് എന്ത് പൈപ്പ് പ്രശ്നമായിട്ടാണ് ഗൈസ് പറഞ്ഞത്, പിൻവലിച്ചിരിക്കുന്നു ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. ഇല്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. അതെ ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് അതെ ഗൈസ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഇപ്പോൾ പറയും. അപ്പോൾ ഇതൊക്കെയാണ് വന്നത്. ഓൾറെഡി ഈ കോഴിയാണ്, നാട്ടുകാരെ മൊത്തം ഈ കോഴിയാന്ന് അറിയിക്കാം ഗൈസ്. നമുക്ക് ഇവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് ഫൈജാസ്. ഫൈജാസ്. അജ്മൽ. എൻ്റെ പേര് ലിജാസ് എന്നാണ്. ലിജാസ്. എവിടുന്നൊക്കെയാണ് നിങ്ങൾ വരുന്നത്? കോഴിക്കോട്. ഇവിടെ തന്നെ കാലിക്കറ്റ് സിറ്റി. കാലിക്കറ്റ് സിറ്റി. ഓക്കെ ഓക്കെ. നമ്മളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളി, ഉഷാറാണ്. അങ്ങനെ കണ്ടിരിക്കുക. ഓക്കെ, എന്താ പറയുക, സ്ട്രെസ് ബസ്റ്ററുള്ള ലെവലിൽ നമുക്ക് അങ്ങനെ കണ്ടിരിക്കുക. ഓക്കെ. ഇങ്ങനെ പറയാന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ആൾക്കാർ കഴിക്കുന്നുണ്ട്, ഇവിടെ കഴിക്കുന്നുണ്ട്, ഇവിടെ ബാക്കിൽ ഫുള്ള് കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് വന്നു. അതെ, പിരി എന്താ ഇതിന്റെ പേരെന്താണ്? അഫ്ഗാനി ബീഫ് ഹണി ഗൈസ്. അപ്പോൾ അതാണ് നമ്മളെ ഐറ്റം. ആ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ആ, ഇനി ഓക്കെ. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടല്ലേ അഭിപ്രായം പറയണ്ടേ? ഓക്കെ. അപ്പോൾ ഗൈസ്, ഫുഡിൻ്റെ റിവ്യൂ അങ്ങനെ ഇടലില്ല. അപ്പോൾ നമ്മൾ എന്ത് തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആണല്ലേ? ഓക്കെ. എൻ്റെ മോനൊന്നും പറയണ്ട, കിട്ടില്ല ഫുഡ്, ഒരു രക്ഷയില്ല. ഹോളി എന്ന് പറഞ്ഞാൽ സ്വർഗം കാണും. കിട്ടില്ല. ഹണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹണി ആയിട്ട് തന്നെ വരുന്ന സംഭവം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ലെവല്. ഫുഡ് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി. ഓക്കെ ഓക്കെ, പറയണല്ലോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. ആള് കൂടിയില്ലേ? ആണല്ലേ? അവിടെ ഉണ്ടോ ഫയർ എക്സ്ക്യൂ അല്ലേ? ഓക്കെ ഐസ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കാം. കറികളോ
മന്തി അടിപൊളി, ഒന്നും പറയാനില്ല. സൂഫിയിലെ മന്തി അടിപൊളി. ഓ ഉഷാറായിട്ടുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഫസ്റ്റ് ടൈം സൂഫിയിലെ മന്തി കഴിച്ചു. അതെ ഗൈസ്, അപ്പോൾ സൂഫിത്തെ മന്തി എല്ലാവരും വന്ന് കഴിക്കാൻ അടിപൊളിയാണ്. നമ്മളെ ഷോപ്പിലേക്ക് പോകും. ആ ഗൈസ്, ഇനി നമുക്ക് ഇവരെ ഒരു ഷോപ്പ് കാണിക്കാം. ഓൺട്രപ്രണർ ആണ് കാണുന്നത് നമ്മള്. സെൽഫ് ഓൺട്രപ്രണർ, ഭയങ്കര മുതലാളിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് കാണല്ലേ, അടിപൊളിയായിരിക്കില്ലേ? ഓ ഷോപ്പ് അടിപൊളിയാണ്. ലൊക്കേഷൻ വരുന്നത് സൂഫി മന്തിന്റെ വൈക്ക് തന്നെ വന്നു കഴിഞ്ഞാല് ലെഫ്റ്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ സൂഫി മന്തിന്റെ അടുത്തുനിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാല് ഇവരെ ഷോപ്പിലെത്താം. നിങ്ങളുടെ ഷോപ്പിന്റെ പേരെന്താ? കൂൾ ഓഫ് ടൈം. കൂൾ ഓഫ് ടൈം. കൂളാവും അവിടെ വന്ന്. കൂൾ ഓഫ് ടൈം അതായത് നമുക്ക് എക്സാമിന് മുന്നേ വരുന്ന ഒരു 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ളത്. അത് ആ തരുന്ന വെച്ചാൽ നമുക്ക് കൂളായി ഇരുന്ന് നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ടാണ്. അതെ, ആ ഒരു സംഭവം തന്നെ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ ടെൻഷനൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് ഇവിടെ വന്ന് കുറച്ച് നേരം കൂളായി ഒന്ന് ചില്ല് ചെയ്തിരിക്കാം, ചായ കുടിക്കാം, ഫ്രണ്ട്സ് ആയിട്ട് വന്നാൽ കുറച്ച് എൻജോയ്മെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് അവിടെ എത്തിയിട്ടുള്ളത് കാഴ്ചകൾ കാണാം. ഗൈസ്, അതാണ് നമ്മളെ ഷോപ്പ്, കൂൾ ഓഫ് ടൈം. ഗൈസ്, അതാണ് നമ്മളെ ഷോപ്പ്. ഗൈസ്, അപ്പം അവിടെ നിന്ന് കയറി നോക്കാം. അപ്പോൾ വരെ അടിപൊളി ഷോപ്പാണെന്ന് പറയുന്നത് നമുക്ക് കൂളാവുന്നുണ്ടാവും. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മൊത്തം അടിപൊളിയായിരിക്കും ഗൈസ്. ഗൈസ്, ഈ കൂളല്ലേ? കൂളായില്ലേ? ഓക്കെ, എൻജോയ്. ഇതാണ് നമ്മുടെ ഷോപ്പല്ലേ. എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കട്ടെ ഗൈസ്. ഇതാണ് ഇവിടുത്തെ മെനു വരുന്നത്. എന്തൊക്കെയുള്ളത് നോക്ക് ഗൈസ്. ആണല്ലേ ഗൈസ്, ഇതാണ് നമ്മുടെ പാർട്ട്ണർ. പേരെന്താ? അതുൽ. ഓക്കെ, അപ്പൊ എന്നാല് ഉഷാറാക്കി നിങ്ങള്. ഓ ഉഷാറാക്കി. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് നിങ്ങൾ പറയാന്ന് വെച്ചാല്, ഈ കാണുന്നത് ഇല്ലേ ഗൈസ്, ഈ കാണുന്നത് നമ്മളെ CH ബ്രിഡ്ജാണ്. ഓപ്പോസിറ്റ് ഉള്ള റോഡിന് വന്നു കഴിഞ്ഞാൽ നേരെ കൂൾ ഓഫ് ടൈം ബോർഡ് ബോർഡ് കാണാം. ഷോർട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം. ഓക്കെ, ബൈ. ഇതാണ് നമ്മളെ ഷോപ്പ്. അപ്പൊ എല്ലാരും ഒന്ന് ഉഷാറാക്കുക. ഇനി നമ്മൾ ഇവിടുന്ന് പോവാണ്.